അങ്ങനെ നച്ചു ആണെങ്കിൽ ഇവിടെ ഒരു പാർക്ക് കണ്ടിട്ട് പിന്നെ അവിടെ നിന്ന് വരുന്നേയില്ല. അമ്മയേട്ടനും അച്ഛനും കൂടെ അവിടെ നിന്ന് ക്യാൻറ്റീൻ കാർഡൊക്കെ ശരിയാക്കിയത് തന്നെയായിരുന്നു, കുട്ടി ശരിയാക്കിയതൊക്കെ തന്നെയായിരുന്നു. പക്ഷേങ്കിൽ അത് പുതുക്കാനോ എന്തോ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിൻ്റെ ഞങ്ങൾ നേരെ പോയത് പാരഗണിലേക്കാണ് കേട്ടോ. കോഴിക്കോട് വരുമ്പം എപ്പോഴും ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കാറ് കേട്ടോ. ഇന്നലെ വന്നപ്പം കഴിച്ചത് അംബിക, അത് ഞാനില്ലേ സമുദ്ര സദ്യയെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെയാണ് അവിടെ പോയത്. പക്ഷേ എങ്കിൽ ശനി ഞായർ മാത്രമാണ് സമുദ്ര സദ്യ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും അച്ഛനും ഊണ് കഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇന്ന് അംബിക ഹോട്ടലിൽ പോയില്ല, നേരെ പാരഗണിലേക്ക് വന്നു. അമ്മ ചോറ് വാങ്ങിച്ചു, ഞങ്ങൾ ബിരിയാണി വാങ്ങിച്ചു കേട്ടോ. ഇവിടുത്തെ ബിരിയാണിക്ക് ഭയങ്കര ടേസ്റ്റാണ്. പണ്ട് ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ വിനീത് ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാരഗണിലെ ബിരിയാണി കഴിക്കണം, അത്രയ്ക്ക് അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെ ഒരു ബീഫ് അങ്ങനെ വരട്ടിയതും കൂടി വാങ്ങിച്ചു കേട്ടോ. അവിടുന്ന് നേരെ ഫുഡ് കഴിച്ച് ബീച്ച് റോഡ് വഴി അങ്ങനെ നേരെ വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ അച്ഛന് ഇവിടെ പോകണമെന്ന് ഒരേ നിർബന്ധമായിരുന്നേ. അങ്ങനെ കുറച്ച് സമയം അവിടെ ഇറങ്ങി, എന്നിട്ട് അവിടെ അച്ഛനെ ഒന്ന് കാണിച്ചു കൊടുത്ത് നേരെ വീട്ടിലേക്ക്